MP കെ രാധാകൃഷ്ണന്റെ ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് 5000-ഓളം കോടി രൂപയാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കുടിശ്ശിക ഇവിടെ വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നാഷണൽ ഹൈവേയുടെ വികസനം. ആ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുപ്പിന് ഏകദേശം 25% സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുകയാണ്. അപ്പോൾ ആ 25% പൈസ സ്ഥലമെടുപ്പിന് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യതയാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5000 കോടി രൂപയെങ്കിലും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെയാണ് വിഴിഞ്ഞം പോർട്ട്, നമ്മളിപ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന പോർട്ടാണ്. ആ പോർട്ട് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5000 കോടി രൂപയെങ്കിലും അടിയന്തരമായിട്ട് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിനേക്കാൾ എല്ലാം ഉപരിയായിക്കൊണ്ട് നമ്മളിപ്പോൾ അറിയാം, കേരളത്തിൽ ഇപ്പോൾ കടുത്ത വെള്ളപ്പൊക്കവും ദുരന്തവും ഉണ്ടായി. അത് ആയിരക്കണക്കിന് ആളുകളെയാണ് ബാധിച്ചത്. നിരവധി ജീവൻ നഷ്ടപ്പെട്ടു.